പ്രൈസ് ലോർഡ്. വേഗം യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെ എല്ലാ ദൈവമക്കളും അറിയിക്കുന്നു. ഈ പ്രഭാത സമയത്ത് ദൈവമക്കളുമായിട്ട് ഷെയർ ചെയ്യാൻ എൻ്റെ ജീവിതത്തിൽ കർത്താവ് തന്ന ഒരു ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ലോകത്തിൽ ദൈവമക്കളായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് തെറ്റുകൾ, പാപങ്ങൾ കടന്നു വരുവാൻ ഏറ്റവും എളുപ്പമുള്ളൊരു വേ എന്താണെന്ന് ചോദിച്ചാൽ അത് ദേഷ്യം, കോപം എന്നുള്ളതാണ്. കാരണം നമ്മൾ എത്ര നല്ല വ്യക്തിജീവിതമായാലും ദൈവസന്നിധി നേരോടെ വിശ്വസ്തയോടെ നിൽക്കുന്നവരാണെങ്കിൽ പോലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കോപം കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ ദേഷ്യം കടന്നു വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ തെറ്റുകൾ ചെയ്യാറുണ്ടല്ലേ. കാരണം നമ്മൾ ഒരിക്കലും അല്ലെങ്കിൽ ഒരു ദേഷ്യപ്പെടുക, കോപ്പെടുക എന്നുള്ളത് നമ്മൾ ഒരിക്കലും വേണം എന്ന് വെച്ച് ചെയ്യുന്ന കാര്യമല്ല. പലപ്പോഴും പിശാച് നമ്മുടെ ലൈഫിൽ പലവിധമായ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത വ്യക്തിജീവിതങ്ങളെ കൊണ്ട് നമ്മളെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു മേഖലയുണ്ടല്ലേ. അത് ഈ ദിവസങ്ങൾ നമ്മൾ ദൈവത്തോട് ചോദിച്ച് ക്യാൻസൽ ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കണം. എന്താണെന്ന് വെച്ചാൽ എത്ര നല്ല വ്യക്തിജീവിതമാണെങ്കിൽ പോലും ആ ഒരു കോപം കയറി വരുമ്പം നമ്മുടെ നില വിട്ടു പോകും. നമ്മുടെ ഒരു സമനില വിട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നാവ് കൊണ്ട് പാപം ചെയ്യാൻ തക്കണിടയായിത്തീരും അല്ലേ. കാരണം ആവശ്യമില്ലാത്ത വാക്കുകൾ, ദൈവഹിതമില്ലാത്ത വാക്കുകൾ അത് ഓട്ടോമാറ്റിക്കായിട്ട്, കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത വ്യക്തിജീവിതങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്തതായിട്ടുള്ള കുറ്റങ്ങൾ പറഞ്ഞ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ജീവിതത്തിലേക്ക് അവരൊരു കൊണ്ടുവരുത്തേക്കിന് നമുക്ക് പലപ്പോഴും നമ്മുടെ ആ ഒരു വികാരം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ദേഷ്യം എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്കത് മനസ്സിൽ അടക്കി വെക്കാൻ വയ്യാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളത് എക്സ്പ്രസ് ചെയ്യും അല്ലേ. ആ സമയത്ത് എന്ത് സംഭവിക്കും? നമ്മൾ പോലും അറിയാതെ ദൈവഹിതമില്ലാത്ത വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുവാനിടയായിത്തീരും. പക്ഷെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പിശാച് അവിടെ ജയിച്ചു. അതുകൊണ്ടാണ് പിശാച് ഇതൊരു നല്ല ആയുധമാക്കി വെച്ചിരിക്കുന്നത്, നമ്മളെ ദേഷ്യം പിടിപ്പിക്കുക എന്നത്. കാരണം ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവത്തോട് ചോദിച്ച്, കർത്താവേ, എത്രയൊക്കെ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാലും, കുത്തുവാക്കുകൾ കടന്നു വന്നാലും, ആരൊക്കെ ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിച്ചാലും എൻ്റെ ദൈവത്തെ മറന്ന് ദൈവഹിതമില്ലാത്തൊരു വാക്ക് സംസാരിപ്പാൻ ഇടയാകല്ലേ എന്നീ ദിവസങ്ങൾ നമ്മൾ ദൈവത്തോട് ചോദിച്ച് തുടങ്ങുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു ഹൃദയം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരും. ആരെത്ര ദേഷ്യം പിടിപ്പിക്കാൻ നോക്കിയാലും നമ്മൾ അവിടെ ഒന്നും തളർന്നു വീഴാതെ അല്ലെങ്കിൽ നമ്മളെ ലിമിറ്റ് വിടാതെ ഒന്നും ദൈവഹിതമില്ലാതെ പറയുകയോ പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്യാതെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ തക്കണം ഇടയായിത്തീരും. പക്ഷെ ഒന്ന് മാത്രമുണ്ട്, ദൈവത്തോട് ചോദിച്ചാണ്. കാരണം കർത്താവേ, എൻ്റെ നാവുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ എന്നെ സഹായിക്കണേ. ആരെന്തൊക്കെ കുറ്റങ്ങൾ പറഞ്ഞാലും അതൊന്നും അത് എൻ്റെ ചെവിയിൽ കേട്ട് ഒരു ചെവിയിൽ കൂടെ കളഞ്ഞ് വേണ്ടതാണെങ്കിൽ മാത്രം റിസീവ് ചെയ്ത് അല്ലാത്തത് പൂർണ്ണമായിട്ടും എൻ്റെ ഹൃദയത്തിൽ നിന്നും എൻ്റെ ലൈഫിൽ നിന്നും മാറ്റിക്കളയാൻ തക്കനുള്ള ഒരു കൃപ എൻ്റെ ജീവിതത്തിൽ തരണമെന്ന് ദൈവത്തോട് ചോദിക്കണം. നമ്മുടെ കൃപാവരങ്ങൾ അല്ലേ, കർത്താവ് നമ്മൾക്ക് ജീവിതത്തിൽ ഒരുപാട് ബ്ലെസ്സിങ് തന്നിട്ടുണ്ട്, പല രീതിയിലുള്ള കൃപകൾ തന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കാൻ, മറ്റുള്ളവരുടെ വചനങ്ങൾ പറയുവാൻ, പല രീതിയിൽ നാവ് ഒരു ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് നാവ് എന്ന് പറയുന്നത്. കാരണം ആ നാവ് വെച്ചാൽ നമ്മൾ നമ്മുടെ ദൈവത്തെ സ്തുതിക്കുന്നതും ദൈവത്തെപ്പറ്റി നമ്മൾ പുകഴ്ത്തി പറയുന്നതും മറ്റുള്ളവരുടെ സാക്ഷ്യങ്ങൾ പറയുന്നതും എല്ലാം നമ്മുടെ നാവ് ഉപയോഗിച്ചാൽ ആ നാവിനെ തന്നെ നശിപ്പിക്കാൻ പിശാച് ശ്രമിക്കും. അതിൻ്റെ ഏറ്റവും വലിയ റീസൺ കോപം അല്ലെങ്കിൽ ദേഷ്യം കൊണ്ടിടുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പിശാച് കോപമായിട്ട് വരുമ്പോൾ അവൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി ഒരു കാരണവശാലും നമ്മൾ പാപം ചെയ്യാതെ അവൻ്റെ എല്ലാവിധ വഴികളെയും നമ്മൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിച്ച് മുന്നേറുകയാണെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ചും